തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും. രാവിലെ 11-ന് തിരുവമ്പാടി ക്ഷേത്രത്തിലും 12-ന് പാറമേക്കാവിലും കൊടിയേറ്റം നടക്കും. തുടർന്ന് ഘടകക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് കൊടിയേറും. കൊടിയേറ്റത്തിന് ശേഷം പൂരം പുറപ്പാടിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. മെയ് 6-നാണ് പ്രശസ്തമായ തൃശൂർ പൂരം. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറുകയാണല്ലോ. പ്രധാന ചടങ്ങുകൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് ഏതായാലും ഇന്ന് കൊടിയേറുകയാണ്. രാവിലെ ആദ്യം ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം തിരുവമ്പാടിയിലും പാറമേക്കാവിലും മറ്റ് ഘടകക്ഷേത്രങ്ങളിലും 7 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ ഇതിനോടകം തന്നെ ഈ കൊടിയേറ്റത്തിന് ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11 മണിക്കും 11:30 മധ്യയാണ് കൊടിയേറ്റം നടക്കുക. പൂജിച്ച കൊടിക്കൂറ കൊടിമരത്തിൽ കെട്ടി ദേശക്കാർ ചേർന്ന് ഉയർത്തുന്നതാണ് ചടങ്ങ്. കൊടിയേറ്റ ശേഷം ഉച്ചയ്ക്ക് 3-നുള്ള പൂരം പുറപ്പാടിന് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് തിടമ്പേറ്റുക. 3:30-ന് ഭഗവതി നായ്ക്കനാലിൽ എത്തുന്നതോടെ നായ്ക്കനാലിൽ നിന്നും നടുവില്ലാലിലും തിരുവമ്പാടിയുടെ പൂരപതാകകൾ ഉയരും എന്നുള്ളതാണ്. തുടർന്ന് പൂരം പുറപ്പാട് വടക്കുംനാഥ ശ്രീമൂല സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യും. അവിടെ മേളം കലാശിച്ച ശേഷം നടുവിൽ മഠത്തിൽ ആറാട്ടും ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്തും നടത്തും എന്നുള്ളതാണ് നമുക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഇന്നത്തെ ഈ കൊടിയേറ്റത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങ്. അതുപോലെ തന്നെ വലിയ പാണിക്ക് ശേഷം എഴുന്നള്ളത്തോടു കൂടിയാണ് പാറമേക്കാവിലെ ഭഗവതി എഴുന്നള്ളുന്നതോടുകൂടെയാണ് പാറമേക്കാവിൽ ഈ കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിക്കുക. ഏകദേശം 12:30-നായിരിക്കും പാറമേക്കാവിൽ കൊടിയേറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റുകയും തുടർന്ന് 5 ആനകളുടെയും കിഴക്കൂട്ട് അനിയന്മാരുടെയും നേതൃത്വത്തിൽ പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടെ എഴുന്നള്ളപ്പ് ഉണ്ടാവും. ശേഷം വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണി തീർത്ഥക്കുളത്തിൽ ആറാട്ട് നടത്തും. ഏതായാലും മെയ് 6-ാം തീയതിയാണ് നമ്മൾ മലയാളികൾ ഒന്നടങ്കം വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ തൃശ്ശൂർ പൂരം. ഏതായാലും ഇന്നിപ്പോൾ ഈ ഒരു കൊടിയേറ്റത്തോടുകൂടെ തന്നെ ഈ തൃശ്ശൂരിലെ നഗരവുമൊക്കെ അതിൻ്റെ ആ ഒരു പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ തൃശ്ശൂരിലെ നാടും നഗരവും ഒക്കെ പൂർണ്ണമായും ആ ഉത്സവ ലഹരിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ ആനച്ചമയങ്ങളുടെ പ്രദർശനമുണ്ടാവും. ഈ കൊടിയേറ്റ് കാണാൻ തന്നെ ഇന്നിപ്പോൾ പല ആളുകളും തൃശ്ശൂരിലേക്ക് ഇന്നു മുതൽ തന്നെ എത്തിത്തുടങ്ങും. അത് കഴിഞ്ഞാൽ ആ സമയ പ്രദർശനം കാണാനും മറ്റുമൊക്കെ ആയിട്ട് ആളുകൾ ഇപ്പോൾ ഇവിടെ ഈ കൊടിയേറ്റത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ആലിലയും മാവിലയും മറ്റുമൊക്കെ അവർ ഇങ്ങനെ തോരണം കെട്ടുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഇതിനെ തയ്യാറാക്കുന്നത് കാണും. ഇപ്പോൾ ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരു പൂരം ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് കൊടിയേറ്റമാണ്. എന്തൊക്കെയാണ് പ്രധാന ചടങ്ങുകൾ? തീർച്ചയായിട്ടും ഇന്ന് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കൊടിയേറ്റം രാവിലെ 11-നും 11:30-നും ഇടയിൽ കൊടിയേറും. ഇവിടെ തട്ടകത്തുള്ള എല്ലാവരും കൂടിയിട്ടാണ് കൊടിയേറ്റം നടത്തുക. അത് ആശാരി പൂജിച്ച് മാവിലയും ആലിലയും കൂടി കവുങ്ങിൽ കെട്ടി ആ കവുങ്ങിൽ കൊടിക്കൂറ കെട്ടി നാട്ടുകാർ ഉയർത്തുമ്പോൾ പൂരം കൊടികയറി. ആ പൂരം കൊടികയറി കഴിഞ്ഞാൽ നേരെ 3:30 മണിക്ക് ഞങ്ങൾ നടപ്പാണ്ടിയോടുകൂടി ഞങ്ങൾ ശ്രീമൂലസ്ഥാനത്ത് വടക്കുംനാഥൻ്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളും. അവിടെ നായ്ക്കനാലിലെത്തുമ്പോൾ നായ്ക്കനാലിലും നടുവിലാലിലും ആലിൻ്റെ മുകളിൽ കൊടി ഉയർന്നു കഴിഞ്ഞാൽ ഒരു വെടിക്കെട്ടുണ്ട്. കൊടിയേറ്റത്തിൻ്റെ ഒരു വെടിക്കെട്ട് നടക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീമൂലസ്ഥാനത്ത് വടക്കുംനാഥനെ വണങ്ങി പടിഞ്ഞാറച്ചിറയിൽ ബ്രഹ്മസമടത്തിൽ പോയി ആറാട്ടിന് ഇറക്കി വെച്ച് ആറാട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോരും. അത് കഴിഞ്ഞാൽ പിന്നെ 7 നാള് പൂരത്തിൻ്റെ നാളുകളായി 4-ാം തീയതി സാമ്പിൾ വെടിക്കെട്ടും സമയപ്രദർശനം ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-ാം തീയതി പൂരത്തിന് അണിനിരക്കുന്ന 50ഓളം ആനകൾ തേക്കിൻകാട് മൈതാനിയിൽ പ്രദർശനത്തിനെത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 6-ാം തീയതി നിയമപിടിയോടുകൂടി വടക്കുംനാഥനിൽ
3 നയവോടി പുലർച്ചെ 3 മണിക്ക് പൊട്ടിക്കഴിഞ്ഞാൽ പൂരം അറിയിക്കുക എന്നുള്ള ചടങ്ങുണ്ട്. അത് മൂന്ന് കുഴിമിന്നൽ ഞങ്ങൾ പൊട്ടിച്ച് നാട്ടുകാരെ മുഴുവൻ ഉണർത്തി പൂരം അറിയിച്ചു കഴിഞ്ഞാൽ രാവിലെ ക്ഷേത്രത്തിൽ നിന്നും 7:30 പൂരത്തിനുള്ള പുറപ്പാടായി തിരുവമ്പാടിയുടെ പുറപ്പാട് ആരംഭിക്കും. അത് കഴിഞ്ഞാൽ 11 മണിക്ക് മഠത്തിൽ വരവ് ആരംഭിക്കും. പിന്നെ 2 മണിക്ക് നായ്ക്കനാൽ പന്തലിൽ പഞ്ചവാദ്യം അവസാനിച്ചു കഴിഞ്ഞാൽ മേളത്തോടുകൂടി ശ്രീമൂലസ്ഥാനത്ത് പോവും. ശ്രീമൂലസ്ഥാനത്ത് 4:15 പഞ്ചവാദ്യം മേളം അവസാനിച്ചു കഴിഞ്ഞാൽ കുടമാറ്റത്തിന് ഇറങ്ങും. അങ്ങനെ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ആവർത്തനം തുടങ്ങും. 6-7 തൃശ്ശൂർ പൂരം. ഇന്നത്തെ കൊടിയേറ്റത്തോടുകൂടി പൂരത്തിന്റെ ആരവം നാട്ടുകാരിൽ സന്തോഷത്തിന്റെ നാളുകളാണ് ഇനി അങ്ങോട്ട്. തന്നെയാണ് ഈ തിരുവമ്പാടിയിലെ 11:30 കൊടിയേറ്റം ഉണ്ടാവും. ഒപ്പം തന്നെ ഘടകക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ പാറമേക്കാവിലും ഒക്കെ ഇന്ന് ഒരു രാത്രി വരെ ഈ നിൽക്കില്ലേ കൊടിയേറ്റ ചടങ്ങുകൾ? തീർച്ചയായിട്ടും തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയുയരുന്നതോടുകൂടി 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയുയരും. അതോടുകൂടി തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവും തിരുവമ്പാടിയും കഴിഞ്ഞാൽ 8 ഘടകക്ഷേത്രങ്ങളുണ്ട്. പാറമേക്കാവിനും തിരുവമ്പാടിയാണ് മുഖ്യ പങ്കാളികൾ. വെടിക്കെട്ടും കുടമാറ്റവും 15 ആനയായിട്ട് എഴുന്നള്ളിക്കുന്നതും പാറമേക്കാവിനും തിരുവമ്പാടിക്ക് മാത്രമേ ഉള്ളൂ. ചെറുപൂരങ്ങൾക്ക് ശ്രീമൂലസ്ഥാനത്ത് 14 ആനകളായിട്ട് വന്ന് തിരിച്ചു പോകണം. അതിൽ നെയ്തലക്കാവ് ഭഗവതിക്ക് മാത്രമാണ് ഉള്ളിൽ വന്ന് തെക്കേ നട തുറക്കാനുള്ള ഇതുള്ളൂ. അത് 5-ാം തീയതിയാണ് നെയ്തലക്കാവ് ഭഗവതി തെക്കേ നട തുറന്ന് പൂര വിളംബരം അറിയിക്കുക. തന്നെയാണ് ഏതായാലും ആ കലങ്ങളായിട്ട് അനുഷ്ഠിക്കുന്ന ചടങ്ങുകൾ അത് ഓരോരുത്തർക്കും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ഏതായാലും ഇനിയിപ്പോൾ ഈ കൊടിയേറ്റത്തിൻ്റെ നിമിഷങ്ങളാണ് വരുന്ന മണിക്കൂറുകൾ. പ്രധാനമായിട്ടും ഞാൻ നിൽക്കുന്ന തിരുവമ്പാടി ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 11:30 കൊടിയേറ്റം ഉണ്ടാവുക. അതിനുശേഷം പാറമേക്കാവിൽ 12:30 തന്നെ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും. 8 ക്ഷേത്രങ്ങളിലും കൊടിയേറും. ഈ ഘടകക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം രാത്രി വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് തൃശ്ശൂർ പൂരത്തിന് കൊടിയേറുന്നതോടുകൂടെ തന്നെ തൃശ്ശൂരിലെ നാടും നഗരമൊക്കെ ഉത്സവത്തിൻ്റെ ആവേശത്തിലേക്ക് ആരവങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തന്നെ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ കൊടിയേറ്റത്തിനോടനുബന്ധിച്ച് എല്ലാ ചെണ്ടമേളം ക്ഷേത്രാങ്കണത്തിൽ തന്നെ പൊട്ടിക്കയറുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഉത്സവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആവേശത്തിലേക്കും ആരവങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ ഇത്തവണ അതിമനോഹരമായിട്ട് ആ നൂറ്റാണ്ടുകളായിട്ട് ആചരിച്ചു വരുന്ന ആ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതൊക്കെ വളരെ ഗംഭീരമായി ഇത്തവണയും ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ ഒന്നടങ്കം. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരെ എന്നുള്ളത് തന്നെയാണ്. ഏതായാലും തിരുവമ്പാടി ക്ഷേത്രത്തിൽ കൊടിയേറ്റത്തിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ 11:30 ആയിരിക്കും ക്ഷേത്രത്തിൽ പൂരത്തിൻ്റെ കൊടിയേറ്റം നടക്കുക. ശരി അരുൺ, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറുകയാണ്. രാവിലെ 11 തിരുവമ്പാടി ക്ഷേത്രത്തിലും 12 പാറമേക്കാവിലും കൊടിയേറ്റം നടക്കും. തുടർന്ന് ഘടകക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് കൊടിയേറും. കൊടിയേറ്റിന് ശേഷം പൂരം പുറപ്പാടിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. മെയ് 6 പ്രശസ്തമായ തൃശ്ശൂർ പൂരം. അരുണാലത്തൂറാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.